എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്റെ പേരുകളും അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ പേരുകളും തമിഴിൽ എഴുതാൻ പോവാണ്. തമിഴിലെ പേര് എഴുതുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും പുച്ഛിക്കേണ്ട. തമിഴിലെ പേരുകൾ എഴുതുന്ന സമയത്താണ് ഞാൻ കുറേയൊക്കെ തമിഴ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ് എന്ന സൗണ്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ സായ എന്ന അക്ഷരം ഉപയോഗിക്കുള്ളൂ, ബാക്കി എല്ലാ കേസിലും ചായ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പേരോ ഒരു വാക്കൊക്കെ തമിഴിൽ എഴുതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ റായ എന്ന അക്ഷരം ഉപയോഗിക്കില്ല, അതിന് പകരം രായ എന്ന അക്ഷരമാണ്. അതുപോലെ തന്നെ നായ എന്ന അക്ഷരത്തിന് പകരം നായ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ ഞാൻ പേരുകളോ തമിഴൊക്കെ എഴുതാൻ ശ്രമിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തമിഴ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി നിങ്ങളാരും നിർബന്ധിക്കത്തില്ല, നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർ ആയിട്ടുള്ള പാർവതിക്കുട്ടി ചോദിച്ചിട്ടുണ്ട്, പാർവതിയുടെ അമ്മയുടെയും ചിറ്റയുടെയൊക്കെ പേരുകളായിട്ടുള്ള അർച്ചനയെന്നും അഞ്ജനയെന്നും ഒക്കെ തമിഴിൽ എഴുതാവുമെന്ന് നമുക്ക് ആദ്യം എഴുതി കളയാം. ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് മലയാളത്തിൽ എഴുതി കളയാം. അർച്ചന, ആ ഇർ ച ന, അർച്ചന. ഇത് തമിഴിലേക്ക് എഴുതുമ്പോൾ ആ എഴുതണം, ഇർ എഴുതാനായിട്ട് രാ എഴുതിയിട്ട് മേലൊരു കുത്താണ് തമിഴിലെ ചന്ദ്രക്കല അർ. ഇനി ഇച്ച ചാ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് ഒരു ചായം കൂടെ എഴുതുമ്പോഴാണ് ഈ ഇച്ച വരുന്നത്. ഇനി നാ എഴുതണം, തമിഴിലെ നാ ഇതാണ്. തമിഴിൽ ദീർഘം കൂടണം. നമ്മൾ മലയാളത്തിൽ ദീർഘം ഇടത്തില്ല, ജസ്റ്റ് അർച്ചന എന്ന് എഴുതിയാൽ മതി. തമിഴിൽ എഴുതുമ്പോൾ അർച്ചന എന്ന് എഴുതണം കേട്ടോ. അതുപോലെ തന്നെ അഞ്ജന എന്ന് എഴുതുമ്പോൾ മലയാളത്തിലാണെങ്കിൽ ആ ഇഞ്ച ന, അഞ്ജന. ഞായും ചായും കൂടെ വരുന്നതാണ് ഇഞ്ച. അപ്പോൾ തമിഴിൽ എഴുതാനായിട്ട് ആ, ഇനി ഞാ എഴുതാം, എന്നിട്ട് ചന്ദ്രക്കല, ഇനി ഒരു ചാ എഴുതാം. അപ്പോൾ ഞായും ചായും കൂടെ വന്നത് ഇതാ ഇങ്ങനെ തമിഴിൽ എഴുതും, ഇഞ്ച. ഇനി ഇവിടെ എഴുതിയ പോലെ തന്നെ ഞാ എഴുതാം, അഞ്ജന, അഞ്ജന, അർച്ചന. ഇനി നമ്മളോട് സൈനബ് ചോദിച്ചിട്ടുണ്ട്, സൈനബേന്ന് റയാൻ എന്ന് തമിഴിലേക്ക് എഴുതാവുമെന്ന്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എഴുതാം. സൈ എന്ന് എഴുതാനായിട്ട് 2 ചുറ്റിക്കെട്ട് ഇട്ടിട്ട് സാ, ഇപ്പോൾ സൈ, ഇനി ന, ബ, സൈനബ. ഇങ്ങനെയാണ് മലയാളത്തിൽ സൈനബ എന്ന് എഴുതുന്നത്. തമിഴിൽ എഴുതുമ്പോൾ ഈ ചുറ്റിക്കെട്ട് ഒരുമിച്ച് വരും, ഇതാ ഇങ്ങനെ ഇട്ടിട്ട്. ഇനി സൈ എന്ന് ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴേ പറഞ്ഞു, ഇതുപോലെ പേരുകൾ എഴുതുന്ന സമയത്ത് ഞാൻ പഠിച്ച അറിവാണ്. സൈ അല്ലെങ്കിൽ സ് എന്ന് വന്നാൽ മാത്രമേ നമ്മൾ സായ എന്ന അക്ഷരം ഉപയോഗിക്കുള്ളൂ, ബാക്കി എല്ലാ കേസിലും ഇപ്പോൾ സൈ എന്നാണ് വന്നത്. അപ്പോൾ സ് അല്ല, വേറെ ഏതോ ഒരു സൗണ്ടാണ്, അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. അപ്പം വേറെ ഏത് സൗണ്ട് വന്നാലും നമ്മൾ ചായാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ സൈ എന്ന് എഴുതാനായിട്ട് ചൈ എന്ന് ഇട്ടു, സൈ എന്ന് വായിക്കൂ. ഇനി സൈന ന, ഇനി ബായ്ക്ക് പാ എഴുതിയിട്ട് ദീർഘം ഇട്ടു. എന്തുകൊണ്ടാണ് ബാ എഴുതാത്തതെന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം പാ കഴിഞ്ഞാൽ ഡയറക്റ്റ് മായാണ്. പായ്ഫ, ബായ്ഫ, മാ, ഇത്ര അക്ഷരങ്ങൾ തമിഴിലില്ല. തമിഴ് അക്ഷരങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അവസാനത്തേക്കും തമിഴ് ലേണിംഗ് പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കയറി കണ്ടോ കേട്ടോ. അപ്പോൾ സൈനബേന്ന് മലയാളത്തിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് റയാൻ എന്ന് എഴുതാം. മലയാളത്തിൽ റയാൻ എന്ന് എഴുതാനായിട്ട് റാ, യാ, ഇൻ. ഇതും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, റാ എന്ന അക്ഷരം നമ്മളൊരു പേര് അല്ലെങ്കിൽ ഒരു വാക്ക് തമിഴിൽ എഴുതുന്നതിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കത്തില്ല, അതിന് പകരം രായാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കള്ളമൊന്നുമല്ല. ഇതുപോലെ പേരുകൾ എഴുതുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് അറിവുകൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും റയാൻ എന്ന് എഴുതാനായിട്ട് രാ എഴുതി, ഇനി യാ, ഇനി ഇൻ, ഞാ എഴുതിയിട്ട് ചന്ദ്രക്കല. ഇതാണ് റയാൻ എന്ന് തമിഴിൽ. ഇത് മലയാളത്തിൽ. ഇത് നമ്മളോട് മഹാലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്, മഹാലക്ഷ്മി എന്ന് പേര് പറഞ്ഞാൽ എഴുതുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടിപ്പായി എഴുതും, കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മഹാലക്ഷ്മി എന്ന് മലയാളത്തിൽ എഴുതാം, തമിഴിൽ എഴുതാം. മലയാളത്തിൽ എഴുതാനായിട്ട് മാ, അടുത്ത ഹാ, ഇനി ലക്ഷ്മി ലാ, ഇക്ഷ എഴുതിയിട്ട് ചന്ദ്രക്കല. ഇതാണ് മലയാളത്തിൽ. തമിഴിലാണെങ്കിൽ ഇനി പകരം ഒരു കുത്തു വന്നാൽ മതി. ഇനി മാ എഴുതിയിട്ട് വള്ളി, മഹാലക്ഷ്മി. ഇത് നമുക്ക് തമിഴിൽ എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മാ എഴുതി, ഹാ എഴുതണം, മഹാ. ഇനി ലക്ഷ്മി എന്ന് എഴുതാനായിട്ട് ലാ, ഇക്ഷ. തമിഴിൽ ഇക്ഷ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ കാ വന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇക്ഷ വന്നിട്ട് മേളിൽ ഞാൻ പറഞ്ഞു മലയാളത്തിൽ ഇതിങ്ങനെയാണ് ചന്ദ്രക്കല, തമിഴിൽ ഈ കുത്താണ് ചന്ദ്രക്കല. ഇനി മാ എഴുതിയിട്ട് വള്ളി ഇടണം. ഇതാണ് തമിഴിൽ മഹാലക്ഷ്മി. അപ്പോൾ അടുത്ത നമ്മളൊരു ഷാഹിനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് തമിഴ് ലെറ്റേഴ്സ് പഠിക്കാൻ പറ്റി, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ് വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ വായിക്കുമ്പോഴേക്കും. അപ്പോൾ എന്തായാലും ഇനി ഒരു അടിപൊളി ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്, ഒരാൾക്ക് മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷകളൊക്കെ പഠിക്കാനായിട്ട് പറ്റട്ടെ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാത്രമൊന്നുമല്ല, ഏത് വീഡിയോസ് കണ്ടിട്ടായാലും ഗൂഗിൾ നോക്കിയായാലും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഷകളൊക്കെ പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഷാഹിൻ എന്ന പേര് മലയാളത്തിലും തമിഴിലും എഴുതാം കേട്ടോ. ഷാഹിനെ ആദ്യം മലയാളത്തിൽ എഴുതാനായിട്ട് ഇതാ ഇങ്ങനെ ഷാ, ഹാ എഴുതിയിട്ട് വള്ളിയിട്ടിട്ട് നാ എഴുതാം. നാ എന്ന് തമിഴിൽ എഴുതുള്ളൂ, മലയാളത്തിൽ വെറും നാ എഴുതിയാൽ മതി, ദീർഘമിടണ്ട കേട്ടോ. ഇനി തമിഴിൽ എഴുതാനായിട്ട് ഇങ്ങനെ ഷാ എഴുതി ദീർഘമിട്ടു, ഹാ എഴുതി വള്ളിയിട്ടു, ഇനി നാ എഴുതിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തമിഴിൽ ഷാഹിന എന്നെഴുതും,
മലയാളത്തിൽ ഷാഹിന എന്താ ഇങ്ങനെയാണ് എഴുതുന്നത്. അടുത്ത നമ്മളോട് നെജില ചോദിച്ചിട്ടുണ്ട് അംന നഹാൻ എന്ന് എഴുതാവുന്ന. നമുക്ക് ആദ്യം അതൊന്ന് മലയാളത്തിൽ എഴുതാം. അം ന നഹാൻ നഹാൻ. ഇനിയിപ്പോൾ തമിഴിലേക്ക് എഴുതുമ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അമ്മ എന്ന് എഴുതാനായിട്ട് മലയാളത്തിൽ എഴുതിയ പോലെ ഇങ്ങനൊരു വാക്കില്ല, ഇങ്ങനൊരു അക്ഷരമില്ല. ആ എഴുതിയിട്ട് മാ എഴുതി ചന്ദ്രക്കലയാണ് അമ്മെന്ന് വായിക്കുന്നത്. ഇനി നാ എഴുതാം, ദീർഘമിടാം, അംന. ഇനി നഹാൻ എന്നുള്ള വാക്ക് ഒരു പുതിയൊരു വാക്കായതുകൊണ്ട് തന്നെ നമുക്ക് നാ എന്ന അക്ഷരമല്ല, ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ നാ എന്ന അക്ഷരമേ വരുള്ളൂ, നായ്ക്ക് പകരം. ഇനി ഹാ എഴുതി ദീർഘമിട്ടിട്ട് ഇന്നെഴുതാം. ഒരു വാക്കിൻ്റെ അവസാനത്തിൽ നാ എഴുതി കുഴപ്പമില്ല, തുടക്കത്തിൽ നാ എന്ന അക്ഷരം എഴുതത്തില്ല, നാ എന്ന അക്ഷരം എഴുതുള്ളൂ. അപ്പോൾ നമ്മൾ അംന നഹാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത നമ്മളോട് ഐഷത്ത് അസ്മിന എന്ന് എഴുതുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് മലയാളത്തിൽ എഴുതാം. ഐ എന്ന അക്ഷരം എന്താ ഇങ്ങനെയാണ് മലയാളത്തിൽ. ഐഷത്ത് ഇത്ത, രണ്ടിത്ത എഴുതണം, രണ്ടിത്ത അല്ല രണ്ട് താ എഴുതണം. ഐഷത്ത്. ഇനി അസ്മിന, ആ സ് മിന, അസ്മിന. ഇനിയിപ്പോൾ തമിഴിലേക്ക് എഴുതുമ്പോൾ ഐഷത്ത് എന്നുള്ള ഐ സൗണ്ട് ഇതാ ഇങ്ങനെയാണ്. ഐ ഷാ എഴുതണം. ഇത്തിന് ഒരു താ എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടാൽ മതി. ഐഷത്ത് എന്ന് വായിച്ചു കേട്ടോ. ഇനി അസ്മിന എന്ന് എഴുതാം. ആ. ഇനി സ് വന്നുകൊണ്ട് മാത്രം, സ് സൗണ്ട് വന്നുകൊണ്ട് മാത്രം സാ എഴുതിയിട്ട് മേളിൽ കുത്തിട്ടു. ഇനി അസ്മിന, മീ എഴുതണം, നാ എഴുതണം. ഐഷത്ത് അസ്മിന. അടുത്ത നമ്മളോട് ഐഷു ചോദിച്ചിട്ടുണ്ട് കാക്കു എൻ്റെ പേരും കൂടെ ഒന്ന് തമിഴിലേക്ക് എഴുതാമെന്ന്. നിങ്ങളാരും പേടിക്കേണ്ട, കാക്കു എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കൊന്നുമല്ല. നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിൽ ബ്രോ എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കാക്കു എന്ന്. അപ്പോൾ നമുക്ക് ഐഷുവിൻ്റെ പേര് തമിഴിലേക്ക് എഴുതാം. ആദ്യം നമുക്കൊന്ന് മലയാളത്തിൽ എഴുതി നോക്കാം കേട്ടോ. ഐഷു എന്ന് എഴുതാനായിട്ട് നമ്മൾ മേളിൽ എഴുതിയ പോലെ ഐ എന്ത് ഇങ്ങനെയാണ്. ഐ ഷു, ഐഷു. അസീസ്, ആ സീസ്. ഇനിയിപ്പോൾ തമിഴിലേക്ക് എഴുതുമ്പം മേളിൽ എഴുതിയ പോലെ ഐ എന്നുള്ള അക്ഷരം എഴുതാം. ഐ. ഇനി ഷു എഴുതാനായിട്ട് ഷാ എഴുതിയിട്ട് ഇതിങ്ങനെ കുനിപ്പിട്ടു. ഇനി അസീസ് എന്ന് എഴുതണമെങ്കിൽ ആ എഴുതി, സി എന്ന് എഴുതാനായിട്ട് ചാ എഴുതിയിട്ട് ചുറ്റിക്കെട്ട് വള്ളി, സ് വന്നുകൊണ്ട് സാ എഴുതി കേട്ടോ. സ് വന്നാൽ മാത്രമേ സാ എഴുതുള്ളൂ. ബാക്കി എല്ലാ കേസിലും നമ്മൾ ചാ എന്നുള്ള ഈ അക്ഷരമാലയുടെ അക്ഷരമാണ് ഉപയോഗിക്കുന്നത് സായ്ക്ക് പകരം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് അസീസ് എന്നും വായിക്കാം, അസീസ് എന്നും വായിക്കാം, അസീസ് എന്നും വായിക്കാം. ആ സി ഇസഡ് സൗണ്ടിന് നമ്മൾ മലയാളത്തിലും അക്ഷരമില്ല, തമിഴിലും അക്ഷരമില്ല. പക്ഷെ തമിഴിൽ നമ്മൾ ഒരു രീതി ഉപയോഗിക്കും കേട്ടോ, ആ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടാനായിട്ട്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അസീസ് എന്നാണ് ഇത് എഴുതിയത്. ഇനി അസീസ് എന്നായിരുന്നെങ്കിൽ എങ്ങനെ എഴുതുമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ എഴുതിയിട്ട് നമ്മൾ അഖ് എന്ന അക്ഷരം പഠിച്ചിട്ടില്ലേ, 3 കുത്ത്. ഇനി നമുക്ക് ജാ എഴുതാം. ഇനി ചുറ്റിക്കെട്ട് വള്ളി. ഇനി സ്, സ് അല്ല സ്. അപ്പോൾ ഇതാണ് അസീസ്. ഇത് ഇസഡിൻ്റെ സൗണ്ടാണ് അസീസ്. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. അടുത്ത തുമ്പീസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഹിബ നസ്രിൻ എന്ന് എഴുതുമെന്ന്. ആദ്യം നമുക്ക് മലയാളത്തിൽ എഴുതുമ്പോൾ ഹി ബ നസ്രിൻ, ന സ് റിൻ, നസ്രിൻ ഇങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ ന സ്രിൻ ഇങ്ങനെ എഴുതാം. കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഈസി ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. തമിഴ് അറിയാവുന്നവർക്ക്, മലയാളം അറിയാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇനി അടുത്ത് നമുക്ക് തമിഴിലേക്ക് എഴുതുമ്പോൾ ഹ എഴുതിയിട്ട് വള്ളിയിട്ടിട്ട് ബായ്ക്ക് പാ എഴുതി ദീർഘമിടണം, ഹിബ. ഇനി നസ്രൻ എന്ന് എഴുതുമ്പോൾ നാ എന്ന സൗണ്ടിന് പകരം നാ എന്നാണ് സൗണ്ട് വന്നത്, പക്ഷേ എഴുതുമ്പോൾ നാ എന്നാണ്. ഞാൻ ഒരുപാട് തവണ പറയുന്നുണ്ടെന്നറിയാം. നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നേ, അത് തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് തവണ ആവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നസ്രിൻ എന്ന് എഴുതുന്നത് നസ്രിൻ എന്നാണ്, പക്ഷേ നസ്രിൻ എന്ന് വായിക്കണം, നാ. ഇനി സ് വന്നുകൊണ്ട് മാത്രം സാ എഴുതി ചന്ദ്രക്കല. ഇനി റിന്നിന് നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് രായാണ് ഉപയോഗിക്കുന്നത്, വള്ളിയിട്ടു. ഇനി ഇന്ന് എഴുതണം, ഞാൻ എഴുതി ചന്ദ്രക്കല. അടുത്ത നമ്മളോട് ലീമ പ്രിൻസ് ചോദിച്ചിട്ടുണ്ട് സിസ്റ്ററിൻ്റെ പേരായിട്ടുള്ള ഏഞ്ചൽ മേരിയും തമിഴിലേക്ക് എഴുതാവുന്ന. ആദ്യം നമുക്കൊന്ന് മലയാളത്തിൽ എഴുതാം. ഏഞ്ചൽ എന്ന് എഴുതാനായിട്ട് എ ഇ ഇഞ്ചൽ, ഏഞ്ചൽ. ഇനി നമുക്ക് മേരി എന്ന് എഴുതാം, മേരി. ഇത് തമിഴിലേക്ക് എഴുതുമ്പോൾ എ എഴുതണം. എ എഴുതുന്നത് ഇതാ ഇങ്ങനെയാണ്, എ. ഇനി യു എഴുതാനായിട്ട് യാ എഴുതി ചന്ദ്രക്കല. ഇനി ഞ് എഴുതണം, ഞാ എഴുതി ചന്ദ്രക്കല. ഇനി ചെ ചുറ്റിക്കെട്ട് ച. ഇനി ലാ എഴുതി ചന്ദ്രക്കല. ഇതാണ് ഏഞ്ചൽ, എ യ് ഞ് ചെ ഇൽ. ഇത് ഇഞ്ച എന്ന് വായിക്കും, ഞും ചേയും കൂടെ വന്നുകൊണ്ട് ഈ ഇഞ്ചെ. ഇത് എ എ യ് യ് ഇഞ്ചെ, ഇഞ്ചെ. ഇനി ഇല്ല്. ഇനി മേരി എന്ന് എഴുതാനായിട്ട് ഫോൺ ചുറ്റിക്കെട്ട് മാ രാ എഴുതിയിട്ട് വള്ളി, ഏഞ്ചൽ മേരി. വീഡിയോ ഇത്രയും കണ്ടവർക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വെറും തള്ളൊന്നുമായിരുന്നില്ല. ഇത്തരം പേരുകൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ആരും പോകരുത്, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതായത് നിങ്ങൾ താഴെ കമൻസിൽ നിങ്ങളുടെ സപ്പോർട്ട് അറിയിച്ചെങ്കിലും ലൈക്ക് അടിച്ചെങ്കിലും മാത്രമേ നമ്മുടെ വീഡിയോസ് ഇനി ഒരുപാട് തമിഴ് പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുമെന്ന്
വിശ്വസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പേരുകൾ ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ആ പേരുകളും കൂടെ എഴുതാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.